നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്ന് കൂട്ടായ്മ ആചരിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഇങ്ങനെ ലഭിക്കപ്പെട്ട നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞുപോയ ചില ആഴ്ചകൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ന്യായവിധിയുടെ കാഠിന്യം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയി. അങ്ങനെ മുൻപോട്ട് വന്ന സമയത്ത് പിന്നീട് നമ്മുടെ പല പ്രിയപ്പെട്ടവരും ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഒരല്പമായി പിന്നെയും എടുത്തു പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതായത് പാപത്തെക്കുറിച്ചും പാപപ്രവൃത്തികളെക്കുറിച്ചും, സിൻസും, പാപമെന്ന വിഷയത്തിൽ ക്ഷമയില്ലെന്നും അതേസമയം പാപപ്രവൃത്തികൾക്ക് ക്ഷമ ലഭിക്കുന്നതാണെന്നും ഒക്കെയുള്ള കാര്യം നമ്മൾ കണ്ടെത്തി. പാപമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചത് ഏദൻ തോട്ടം മുതലാണ്. ഏദൻ തോട്ടത്തിൽ പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു, മനുഷ്യരെ നിയന്ത്രിക്കുകയും മനുഷ്യരുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുകയും ചെയ്യുന്ന ആ ഒരു നിലയിലേക്കാണല്ലോ പാപം കടന്നു വന്നത്. പാപത്തിൻ്റെ മേൽ ദൈവം ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ നടപ്പാക്കിയത് ഗൊൽഗോഥായിലാണ്. ആ ശിക്ഷ വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഥവാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട് എന്ന നിലയിൽ ഗത്സമന മുതൽ ആ പാപത്തെ ചുമന്നുകൊണ്ട്, ശാപത്തെ ചുമന്നുകൊണ്ട്, ശിക്ഷാവിധി ചുമന്നുകൊണ്ട് താൻ ഗോൽഗോഥായിലേക്ക് നടന്നു വരികയായിരുന്നു. അങ്ങനെ ഗോൽഗോഥായിൽ ആ ശിക്ഷ പൂർത്തിയായി. അതിൻ്റെ ഒടുവിൽ നമ്മൾ കേട്ടു, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്നുള്ള കാര്യം നമ്മളവിടെ കേൾക്കാനിടയായി. അതിനിടയിൽ ഒത്തിരി ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. ആ ശബ്ദങ്ങളിൽ ചിലതെല്ലാം ഭയാനകമായ ശബ്ദങ്ങളായിരുന്നു. എനിവേ, ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞുപോയി. ക്രൂശീകരണത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഭക്തന്മാർ ആ കാര്യങ്ങൾ അറിയേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ സംസാരിച്ചു പോയ കൂട്ടത്തിൽ ഈ വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ പറഞ്ഞല്ലോ. ഗൗരവം പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ പാപത്തിൽ നിന്നുള്ള വിടുതൽ ഏത് വിധത്തിലാണ്, എങ്ങനെയാണ് നമുക്ക് ആ ഡെലിവറൻസ് അഥവാ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നമുക്ക് ഒരിക്കലായി വിമോചനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നാം അത് ഏറ്റെടുക്കുകയാണ്. ഒരിക്കലായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പാപം, കാലങ്ങളായി നമ്മെ നിയന്ത്രിക്കുന്ന പാപം പുറത്തു പോയിട്ട് തൽസ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പിന്നീട് അതിനോട് ചേർത്ത് വെച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുന്ന ആ ഒരു യാത്രയിൽ ജീവിതം വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞതുപോലെ, അതായത് വന്നിരിക്കുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു രക്ഷയാണ്. വന്നിരിക്കുന്ന ആ ജീവൻ എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നീ വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. നമ്മുടെ കർത്താവ് ചിലരോടൊക്കെ പറഞ്ഞിട്ടില്ലേ, സൂക്ഷിക്കണം, ഇനി പാപം ചെയ്യരുത്, പാപ വഴികളിലൂടെ സഞ്ചരിക്കരുതെന്നുള്ള കാര്യം ചിലരോടൊക്കെ പറഞ്ഞ് നമ്മൾ സുവിശേഷത്തിലൂടെ വായിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സ്വല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. അധിക സമയമെടുത്ത് പറഞ്ഞില്ല, എങ്കിലും അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിശുദ്ധ തിരുവഴുത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആർക്കും അനുവാദമില്ല. എന്നാൽ അതിനകത്തൊക്കെയുള്ള ചില ട്രാപ്പുകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ ചെറിയ തോതിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമായി അങ്ങനെയുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട്, അതിന് ഗൗരവം കൊടുക്കാതെ, ഞങ്ങളുടെ ജഡത്തിനും മനോവികാരത്തിനും താല്പര്യമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകും എന്ന ഒരു ചെറിയ ചലഞ്ചായിടുന്നത്, ഒരു ചെറിയ ചലഞ്ച്. രണ്ടടാ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഉദാഹരണം അവിടെ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പെന്തിക്കോസ്തുകാരൻ ഈ അടുത്ത കാലത്തിൽ മുതലുകാരിയെ കെട്ടിപ്പോയ ഒരു ചരിത്രം ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ഒരു ചിന്ത. അദ്ദേഹമൊക്കെ ആയിട്ട് നമുക്ക് പരിചയമുണ്ട്. അത്തരക്കാർ ഈ ബൈബിളും പിടിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ഗൗരവം കൊടുക്കാതെ തികച്ച ലാഘവത്വത്തിലേക്ക് പോയത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തീർത്തു പറഞ്ഞു.
ഇത്തരക്കാരുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രതീക്ഷ എൻ്റെ മുമ്പിലില്ല. കാരണം അല്ലെ എഴുതപ്പെട്ട പ്രമാണമൊക്കെ തിരുത്തേണ്ടി വരും, എഴുതപ്പെട്ട പ്രമാണം തിരുത്തേണ്ടി വരും. എല്ലാ കാലത്തും പ്രമാണത്തിൻ്റെ ഗൗരവം ചോർന്നു പോയി പലവിധമായ കാര്യങ്ങളിലേക്ക് ആളുകൾ പോകും. പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ പഴയ നിയമത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ന്യായീകരിക്കാനോ പറയാനോ പറ്റത്തില്ല. ഇത് കൃപയുടെ പ്രമാണമാണ്. ആ കൃപയുടെ പ്രമാണത്തിൻ്റെ ആഴം തൊട്ടവർ, ദൈവസ്നേഹത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കിയവർ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയവർ പിന്നെ ഇങ്ങനെയുള്ള വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ കർത്താവാണ്, അവൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ആ കാര്യത്തിനൊന്നും വലിയ ഗൗരവം കൊടുക്കുന്നില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ യൗവനക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യവും സൂചിപ്പിച്ചെന്നാണ് തോന്നുന്നത്. യൗവനക്കാരോടുള്ള ബന്ധത്തിൽ അവരുടെ ആ ഒരു പ്രായത്തിൽ അവരിങ്ങനെ മുന്നേറി വരുമ്പോൾ അവരുടെ പഠനത്തിൻ്റെ ഉയർന്ന തലങ്ങൾ, പഠനം തീരാറാകുന്ന സമയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അവർക്ക് അവരുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട്, അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒക്കെ അടുപ്പവും താല്പര്യമൊക്കെ വരും. സ്വാഭാവികമാണ്, ലോകത്തിലത് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ദൈവകൃപയും ഒരു അഭിഷേകവും ആത്മനിറവും ഒക്കെ പ്രാപിച്ചവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം കാൽക്കീഴിലിടണം. അത്തരം ചിന്തകളെയെല്ലാം പിടിച്ചടക്കണം. ആ ചിന്തകളെയെല്ലാം ബൈബിൾ വിളിക്കുന്ന ജഡത്തിൻ്റെ ചിന്തകളെന്ന് തന്നെയാണ്, അല്ലാതെ വേറെ പുണ്യപ്പെട്ട ചിന്തകളെന്നോ. അത് പരിശുദ്ധമായ ചിന്ത എന്ന നിലയിലൊന്നും ആരും ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ കണക്കിടുന്നില്ല. അല്ലേ? പരിശുദ്ധമായ ചിന്ത എന്നുള്ള നിലയിൽ കണക്കിടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അതെല്ലാം തികച്ചും ജഡത്തിൻ്റെ ചിന്തകൾ മാത്രമാണ്. ആ ജഡത്തിൻ്റെ ചിന്തകളിൽ പോയിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. കൊള്ളാം, തിരക്കേടില്ല. ജഡത്തിൻ്റെ ചിന്തകളിലൂടെ നടന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ദൈവപ്രസാദമല്ലേ നഷ്ടപ്പെടുന്നത്? അല്ലേ? ദൈവപ്രസാദം നഷ്ടപ്പെടുകയാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു വിഷയമല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയമാണെങ്കിൽ ഒരിക്കലും അരുതാത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നമുക്ക് സാധ്യമല്ല. അത് ഏത് പ്രായമാകട്ടെ, പ്രായത്തിനൊന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഏത് പ്രായക്കാരനെയും നിയന്ത്രിക്കും അവൻ്റെ സമർപ്പണത്തിനനുസരിച്ച്. അവൻ്റെ സമർപ്പണത്തിനാണ് ഗൗരവം. അവൻ്റെ സമർപ്പണം എന്ന് പറയുമ്പോൾ ആ സമർപ്പണത്തിലേക്ക് അവനെ നയിക്കുന്നത് എന്താ? തിരുവെഴുത്തല്ലേ? ദൈവത്തിൻ്റെ വചനമാണ് അവനെ ആ സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. വചനത്തോടുള്ള ദാഹവും ബഹുമാനവും വചനത്തിങ്കിൽ ഉറയ്ക്കുന്നവനുമായി തീരണം. അത് 60 വയസ്സ് കഴിഞ്ഞിട്ട് വിറച്ചാൽ മതിയോ? അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നുമല്ലല്ലോ. ഏത് പ്രായത്തിലും എല്ലാ കാലത്തിലും വിറയ്ക്കണം. അത് ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും തൂമ്പാപ്പണി എടുക്കുന്നവനാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണെങ്കിലും പൈലറ്റ് ആണെങ്കിലും ആരും ആകട്ടെ, ഏത് വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ സത്യവചനത്തെങ്കിൽ വിറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ആ ആഴ്ചയിൽ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിന് വലിയ പ്രചാരം ലഭിച്ചില്ല. ആ മെസ്സേജൊക്കെ നമ്മൾ യൂട്യൂബിലും പിന്നീട് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആളുകളിങ്ങനെ തുറന്നു നോക്കി കാണും. തുറന്നു നോക്കിയപ്പോൾ ഇതാണ് ടോപ്പിക്ക്. അവരങ്ങനെ തന്നെ തട്ടിക്കളഞ്ഞ് കാണും. ഇതൊക്കെ നമ്മൾ എന്തിനു കേൾക്കണം? ഇയാൾ ഏതൊരു പഴഞ്ചനാന്നാണ് തോന്നുന്നത്. ഇയാൾ പണ്ടെങ്ങാടൊരു പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിനെയും കൊണ്ട് ലോകാവസാനം വരെ കൊണ്ടു കിടക്കുന്ന രീതിയിലാണ് ഇയാളുടെ വർത്തമാനം. അതൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാൻ കഴിയില്ലേ? കർത്താവിനും കർത്താവിൻ്റെ ദാസന്മാർക്കും ഒക്കെ കൊടുക്കേണ്ട ചില്ലറ കൊടുത്താൽ പോരെ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കാര്യത്തിലൊന്നും അങ്ങനെ അധികം തലയിടാൻ വരണ്ട. അത് ഈ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ആരും നേരിട്ട് പറയുന്നില്ലെങ്കിലും നിശബ്ദമായി ഇങ്ങനെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആ കാര്യങ്ങൾ തരംഗങ്ങളായിട്ട് വരികയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേവ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പല നിലകളിൽ. അധികം ബുദ്ധി ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ ഞങ്ങളങ്ങ് പൊക്കോളാം. പിന്നെ ഞങ്ങൾ 10 മണിക്ക് വരുന്നില്ലേ, 1 മണി വരെ ഇരുന്ന് തരുന്നില്ലേ എന്നൊക്കെയുള്ള ചിന്തയുള്ളവരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ബുദ്ധി ഉപദേശിക്കാനായിട്ട് വലിയ പാടായി തീർന്നിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കതരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നമുക്കത് അരുതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കേൾവിക്കാരന് മനസ്സിലാവും. അപ്പോൾ ആ വഴിയിൽ നിന്ന് വഴുതി മാറാൻ അവർ ശ്രമിക്കും. എനിവേ, പറഞ്ഞു വന്നത്, ആ മെസ്സേജുകളൊന്നും അങ്ങനെ അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ആ മെസ്സേജിൻ്റെ ഭാഗമായി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് കാരണം ആ ആഴ്ചകളിൽ ഈ പെസഹായും ഈസ്റ്ററൊക്കെയായി ബന്ധപ്പെട്ട ആഴ്ചകളായിരുന്നു. അങ്ങനെ ആ പെസഹായുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച അടുപ്പിച്ച് പറഞ്ഞല്ലോ, ചില ചോദ്യങ്ങൾ വന്നുകൊണ്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്തു. ആ മെസ്സേജുകളൊക്കെ ധാരാളം പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അതിൻ്റെ ഒരു കൃത്യതയ്ക്കും ക്ലാരിറ്റിക്കും വേണ്ടി.
അങ്ങനെ ചിലരെയൊക്കെ ആ കാര്യത്തിൽ നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റി. അങ്ങനെ പലർക്കും ആ കാര്യങ്ങൾ നല്ല നിലയിൽ ഗ്രഹിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു മെസ്സേജിൻ്റെ 2 ഭാഗങ്ങളാണ് പറഞ്ഞത്. അതിന് നടുവിലാണ് പാപവും പാപത്തിന് മേലുള്ള ദൈവിക ന്യായവിധിയൊക്കെ നമ്മൾ പറഞ്ഞത്. തുടക്കത്തിൽ ഈ പെസഹായുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഈ പെസഹായി എന്ന് പറഞ്ഞാൽ അത് അത്ര ഗൗരവം കുറഞ്ഞ കാര്യമായിട്ട് എടുക്കരുത്. പെസഹായിൽ എന്താ നമ്മൾ കാണുന്നത്? പെസഹാ കുഞ്ഞാടിൻ്റെ മരണമാണ് കാണുന്നത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. എന്ത് നിമിത്തമാണ്? പാപനിമിത്തമല്ലേ? പാപനിമിത്തം പെസഹാ കുഞ്ഞാട് അറുക്കപ്പെടുന്നു. ആ വിഷയം ആ സമയത്ത് സംഭവിക്കുന്നതായതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമ്മൾ മുൻപോട്ട് പോയപ്പോൾ നമ്മുടെ ടോപ്പിക്ക് പാപമായിരുന്നല്ലോ. പാപവും പാപത്തിന് മേലുള്ള ദൈവിക ന്യായവിധിയൊക്കെ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡിവോഴ്സ് കാര്യങ്ങളിലേക്ക് കടന്നുപോയത്. അപ്പോൾ ഈ 2 വിഷയം പറയുമ്പോൾ അതിൻ്റെ നടുക്ക് പാപവും പാപത്തിന് മേലുള്ള ദൈവിക ന്യായവിധിയും ഗൗരവമായി നമ്മൾ ചിന്തിച്ചിരുന്നു. അതും കഴിഞ്ഞ ആഴ്ചയിലേക്ക് വന്നപ്പോൾ ഞാനൊന്ന് പുറകിലേക്ക് എത്തി നോക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എന്താ നമ്മൾ പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പാപം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ, പാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സന്ദർഭവശാൽ ഞാൻ വിവാഹ സംബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കല്യാണ സംബന്ധമായ കാര്യങ്ങൾ. അതെന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പറയാനൊരു പ്രേരണ കിട്ടിയെന്ന് കൂട്ടിക്കോ. എന്തെങ്കിലും കാര്യകാരണങ്ങളൊക്കെ കാണും. ആ കാര്യകാരണങ്ങളൊക്കെ സഹിതം അത് പറയേണ്ടതുണ്ട് എന്ന് ആത്മാവിൽ നല്ല ബോധ്യം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് 2 മെസ്സേജിലും ഞാൻ ആ കാര്യത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിച്ചത്. വ്യത്യസ്തമായ നിലയിലാണ് 2 മെസ്സേജിലും പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയും കൂടെ പറയാം. ഈ മെസ്സേജ് കേട്ടിട്ട് ഒരുപക്ഷെ കേട്ടവർക്ക് ഉറക്കം വന്ന് കാണുമോ എനിക്കറിയില്ല. എന്നാൽ ഈ മെസ്സേജ് പിന്നത്തേതിൽ കേൾക്കുന്ന ഏതെങ്കിലും യൗവനക്കാരനോ യൗവനക്കാരത്തിക്കോ ഒരു ചിന്ത ഉദിക്കുകയാണ്. ഈ മെസ്സേജിനകത്ത് സീരിയസ് ആയ കാര്യങ്ങളാണല്ലോ ഈ ഉദ്ദേശി പറയുന്നത്. ഈ കാര്യത്തിന് വില കൊടുക്കണമല്ലോ, ഇതിന് ചുമൽ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ ഞാൻ സറണ്ടർ ചെയ്യപ്പെടണമല്ലോ എന്ന ഒരു ചിന്ത ആരെങ്കിലും ഒരാൾക്ക് വന്നാൽ മതി. ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മുടെ അധ്വാനം അത് സഫലമായി. അതായത് 1.5 മണിക്കൂർ സംസാരിച്ച് വൃഥാവായി പോകില്ല. ഒരു സൂചനയും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. സഹോദരങ്ങളെ, ഈ കല്യാണ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കല്യാണ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള ഒത്തിരി പ്രസംഗങ്ങൾ പാസ്റ്റേഴ്സിനിടയിൽ നിന്നൊക്കെയുള്ളത് യൂട്യൂബിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ചിലർ വളരെ റഫായിട്ട് സംസാരിച്ച് കളയും, ചിലർ ഭയങ്കര കോപത്തോടെ സംസാരിക്കും, ചിലർ വളരെ സൗമ്യമായി നമുക്കത് അരുതേ, അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലരൊക്കെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്നവരുണ്ട്. നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ടവരാണ്, കാലത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കേണ്ടവരല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഞാനൊരു ആശയം പറയുകയാണ്. എന്തായാലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരാണല്ലോ ഈ നിയുക്ത മണവാളനും നിയുക്ത മണവാട്ടിയും. അവർ ആ വിവാഹവേദിയിലേക്ക് വരുമ്പോൾ അവരുടെ ശുശ്രൂഷകരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരെ ധരിപ്പിച്ചിരിക്കുന്ന കാര്യം എന്തായിരിക്കും? അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ വിവാഹത്തിന് വരുന്നത് എന്ന ഒരു സൂചന കൊടുത്തിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ വേറെ വല്ലവരുടെയും കല്യാണമൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അതിൽ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ അവിടെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് സംബന്ധമായ പ്രസംഗങ്ങൾ തന്നെ സഭായോഗത്തിലോ വേറെ ഏതെങ്കിലും യോഗത്തിലോ ദൈവദാസന്മാർ പറയുമല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ ബോധ്യത്തിലാണല്ലോ വരുന്നത്, ദൈവസന്നിധിയിലേക്കാണ് വരുന്നത്. അവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ഗണവും അതുപോലെ കർത്താവിൻ്റെ വിശുദ്ധന്മാരുമാണ്. സ്വർഗ്ഗദൂതന്മാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അങ്ങനെ ഒരു സന്നിധിയിലേക്കാണ് കടന്നു വരുന്നതെന്നുള്ള ബോധ്യം പെൺകുട്ടിക്കുമുണ്ട് ആൺകുട്ടിക്കുമുണ്ട് ഉണ്ടാകുന്ന എൻ്റെ ചിന്ത. ഒരു ബോധമില്ലാതെ ആരും അങ്ങനെ വരില്ലല്ലോ. പക്ഷെ ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുമുണ്ട്, ബോധമില്ലാതെയാണോ ഈ ആളുകളൊക്കെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. ശരിക്കും ബോധത്തോടു കൂടി തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതൊരു 99% നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. അങ്ങനെ ഒരു ബോധ്യത്തിലാണ് വരുന്നതെങ്കിൽ അവരടിമുടി അവരെ തന്നെ ഒന്ന് നോക്കില്ലേ? ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം? അവർ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് വേണമല്ലോ അവിടെ കടന്നു പോകാനായിട്ട്. അപ്പം നമ്മളൊരു ടീഷർട്ടും ഇട്ട് ഒരു ബർമൂഡ ഇട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുവാണെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് സെക്യൂരിറ്റി പോലും നമ്മളെ കടത്തി വിടില്ല. സെക്യൂരിറ്റി കടത്തി വിട്ടിട്ട് വേണമല്ലോ 2 പറയാനായിട്ട്. ഒന്നും പറയാൻ അവസരമില്ല. കാരണം നമ്മൾ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പാലിച്ചിട്ടില്ല. ആ കാരണത്താൽ സോറി, പ്ലീസ് ഗെറ്റ് ഔട്ട്, അത്രയേ ഉള്ളൂ.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ വിവാഹത്തിനൊക്കെ വരുമ്പോൾ സൗരങ്ങളെ സമയമെടുക്കുന്നതിൽ ക്ഷമിക്കണം, 1-2 വാക്ക് പറയാൻ പ്രേരണ വരുന്നതുകൊണ്ട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വക കാര്യത്തിലേക്ക് വരുമ്പോൾ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ആൺകുട്ടികൾ പിന്നെയും ഒരു സൂക്ഷ്മതയുള്ളവരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പൂർണ്ണമായും ശരിയാകണമെന്നില്ല, എന്നാൽ എൻ്റെ നിഗമനം അങ്ങനെയാണ്. ആൺകുട്ടികൾ അവർ ശരീരമൊക്കെ നല്ല രീതിയിൽ മറച്ച് വൃത്തിയായിട്ട് കോട്ട് സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ ഷൂവോ കാര്യങ്ങളോ ഒക്കെ, പണ്ട് കാലത്താണെങ്കിൽ നല്ല രീതിയിൽ ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്ത് വരും, അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും ഇടും, അങ്ങനെയൊക്കെ വരും, നല്ല രീതിയിൽ വരും. പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഈ ആളുകളെല്ലാം ഈ ആക്ഷേപം പറയുന്നത്. നിങ്ങളെല്ലാം കേട്ടിരിക്കുന്നത് അങ്ങനെയല്ലേ അല്ലേ? ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഈ ആളുകൾ അടക്കം പറയുന്നതും ഈ പ്രസംഗകർ മുഴുവൻ പറയുന്നതും പള്ളിയിലച്ചന്മാർ മെത്രാന്മാർ എന്ന് വേണ്ട ഈ കൽപ്പന പോലും ഓർത്തഡോക്സ് സഭ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം ആരെ പ്രതിയാ? പെൺകുട്ടിയെ പ്രതിയാ, ആൺകുട്ടിയെ പ്രതിയല്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും യാതൊരു ബോധവും വയ്ക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക? കാലങ്ങളായി പ്രസംഗരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ വക കാര്യങ്ങളൊന്നും പറയാൻ വലിയ താല്പര്യമില്ലാത്ത എന്നെപ്പോലെയുള്ള ആളുകൾ പോലും പറയാനായിട്ട് ഇടയായല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ചിന്തിക്കാൻ മേലെ, ഇതൊക്കെ സീരിയസ് ആയ കാര്യമാണ്, ഇങ്ങനെയല്ല വേണ്ടത്. മറ്റൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പാടില്ല. അതായത് ബ്യൂട്ടീഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ബ്യൂട്ടീഷ്യനോ ഏതെങ്കിലും നേരം പോക്കുകാരോ ഒന്നുമല്ല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. അത്തരക്കാരൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിലിം വേൾഡിൽ, സിനിമാ ലോകത്ത് സിനിമാ നടിക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് കുപ്പായ ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ല. കുപ്പായ ഇടണോ വേണ്ടിയോ എന്നുള്ളത് അവരുടെ ഡയറക്ടറും പ്രൊഡക്ഷൻ മാനേജരും അതിൻ്റെ കൺട്രോളറോ ആരടക്കമുണ്ട്. ഇത്തരക്കാരാണ് തീരുമാനിക്കുന്നത് എന്തിടണം, എത്രത്തോളം ഇടണം, എങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം അവരാണ് നിയന്ത്രിക്കുന്നത്. കാരണം അവരുടെ ആ പ്രോഗ്രാമിനനുസരിച്ചാണ് അതിൻ്റെ കളർ മാച്ച് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം എന്ന് പറയുന്നത് പാതാളത്തിൽ നിന്നാണ് കേട്ടോ. ഈ പറഞ്ഞ ഫിലിമൊക്കെയായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നിയന്ത്രണം എന്ന് പറയുന്നത് പാതാളത്തിൽ നിന്നാണ്. പാതാളത്ത് കേട്ടിട്ടില്ലേ? അതെ, പാതാളം. ആ പാതാളത്തിൽ നിന്നാണ് അതിൻ്റെ മൗസ് ഇങ്ങനെ അനക്കുന്നത്. മൗസ് അനക്കൂലോ, അതിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നത് പാതാളത്തിൽ നിന്നാണ്. അത് അവിടെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെയുള്ള കല്യാണമാണ്? വിശുദ്ധ വിവാഹം എന്നാണ് ഉദ്ദേശിച്ച് പറയുന്നത്. അയ്യോ, ഇത് വിശുദ്ധ വിവാഹം നടക്കുന്നതെന്ന്. അപ്പോൾ വിശുദ്ധ വിവാഹമാണെങ്കിൽ നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്, ലജ്ജയ്ക്കായിട്ടാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സൗകര്യമാരൊക്കെ വളരെ മാന്യം മര്യാദയിൽ വിവാഹമൊക്കെ കഴിഞ്ഞു പോയവരാണ്. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് കേൾക്കുമ്പോൾ ഒരു മനസാക്ഷിക്കുത്തിൻ്റെ വിഷയം ഉദിക്കുന്നില്ല. എന്നാൽ ഈ ആധുനിക ലോകത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി മുന്നേറിയ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഗൗരവമില്ലാതെ പോകുന്നതുകൊണ്ട് ശുശ്രൂഷകന്മാരെ സ്വർഗത്തിലെ ദൈവം തട്ടി ഉണർത്തും. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങൾ, അതൊക്കെ നമ്മുടെ പഠന വിഷയങ്ങളല്ലേ. കല്യാണം വരുമ്പോഴത്തേക്കും നമുക്ക് അംനീഷ്യമൊക്കെ ബാധിക്കുമോ? അങ്ങനെ അംനീഷ്യമൊന്നും ബാധിക്കാൻ പാടില്ല. കല്യാണമല്ല എന്നെ ഇടപാടാന്ന് പറഞ്ഞാലും നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നാം നീതീകരിക്കപ്പെട്ടവരാണ്, കൃപയാൽ നീതീകരിക്കപ്പെട്ടവരാണ് അല്ലേ? ഇന്ന് നിൽക്കുന്നതും കൃപയാലാണ്, എല്ലാം കൃപയാലാണ്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഔദാര്യമാണ്. ശരിക്കും നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു ഔദാര്യമാണ്, അല്ലാതെ നമ്മുടെ മെറിറ്റ് കൊണ്ടൊന്നും നിൽക്കുന്ന നിപ്പൊന്നും അല്ല ഇത്. അയ്യോ, ഇവിടെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഞാൻ തറവാടിയാണ്, എൻ്റെ മെറിറ്റിൽ ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരും ഇവിടെ ഉണ്ടാകാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വാദത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അശേഷം അംഗീകരിക്കുന്നില്ലെന്ന് കൂട്ടിക്കോ. ഇവിടെ മെറിറ്റുള്ള ഒരുത്തൻ പോലുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ കഥ പറയും? കഥയൊന്നും പറയാൻ നമുക്ക് വകുപ്പില്ലെന്നേ, കഥയൊന്നും പറയാൻ വകുപ്പില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിൽ ഈ കല്യാണ സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയ കൂട്ടത്തിലാണ് 1 കൊരിന്ത്യർ ലേഖനം 1:29 ഇടയ്ക്കെടുത്ത് കോട്ട് ചെയ്തു. അതായത് ഒരു ജഡവും ദൈവസന്നിധി പ്രശംസിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. 1 കൊരിന്ത്യർ 1:29 എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ഒരു 24 മുതൽ താഴേക്ക് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. തങ്ങളുടെ പ്രസംഗ വിഷയം ക്രൂശിതനായ ക്രിസ്തുവിനെ ആ ജനത്തിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട്, അതായത് സത്യസുവിശേഷം കേൾപ്പിച്ചുകൊണ്ടാണ് കൊരിന്ത്യരെ വിശ്വാസ വഴിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അതിൻ്റെ സൂചന. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ കുലഹീനന്മാരെയും ബലഹീനന്മാരെയും ഏതുമല്ലാത്തവരെയും ഒന്നുമല്ലാത്തവരെയും ശേഷം അഡ്രസ്സും പിൻകോഡും ഇല്ലാത്തവരെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കിക്കോണം കേട്ടോ, പിന്നീട് ബൈബിൾ തുറക്കണം, ഇപ്പോൾ വേണ്ട.
പിന്നീട് നോക്കിക്കോണം. താഴേക്ക് അങ്ങനെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടുണ്ട്. അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ല, യാതൊന്നും ഇല്ലാത്ത ആളുകൾ. അത്തരക്കാരോട് പറയുകയാണ് ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ലാത്ത ആളുകളാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ, മേലാൽ കേൾക്കുന്നവരും. എനിക്കും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു എന്ന് തീത്തോസ് 3:3 കൂടെ പിന്നീട് വായിച്ചു നോക്കുക. അവിടെ നമ്മെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചതാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുകയാണ് ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ ദൈവം അനുവദിക്കില്ല. അത് പറഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള 30-ാമത്തെ വാക്യം തൊട്ട് താഴെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു നമുക്ക് ആരായി തീർന്നു എന്നുള്ള കാര്യമാണുള്ളത്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ഓർമ്മയുള്ളവരാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ആ വാക്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്നത് ഒരു ആൾട്ടറാണ്, അഥവാ ഒരു യാഗപീഠമാണ്, അല്ലെങ്കിൽ ഒരു ബലിപീഠമാണ്. ആ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അവൻ നമുക്ക് രക്ഷാകാരണമായി തീർന്നു. അവൻ്റെ രക്തം നമുക്ക് ശുദ്ധീകരണത്തിന് കാരണമായി തീർന്നു. അവൻ നമ്മുടെ ജ്ഞാനം, അങ്ങനെ അനവധി കാര്യങ്ങളാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറയുകയാണ്, ആ ക്രൂശ് അവിടെ ഇരിക്കുകയാണ്. ആ ക്രൂശ് കൺമുമ്പിൽ ഇരിക്കുമ്പോഴാണ് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നത്, വേണ്ട ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കേണ്ട. ഈ ബോധ്യത്തിലാണ് മണവാളനും മണവാട്ടിയൊക്കെ വരേണ്ടത്. അല്ല, ഇത് ഈ മണവാളനെയും മണവാട്ടിയും ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പ്രസംഗം പറയുന്നത്. നോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും, കല്യാണം പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ എടുത്ത് പിന്നെയും പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളും, നമ്മുടെ സൗരന്മാരിപ്പോൾ ഇവിടെ വിദേശത്തൊക്കെ പാർക്കുന്നവരുണ്ട്. ചിലരെല്ലാം നഴ്സിംഗ് ഫീൽഡിലാണ്, ചിലർ ഡോക്ടേഴ്സ് ഉണ്ടാകാം, എൻജിനീയേഴ്സ് ഉണ്ടാകാം, മറ്റ് തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം, ഹോട്ടൽ സംബന്ധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാണാം. അങ്ങനെ പലവിധമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് ഇതിനകത്ത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യം എപ്പോഴും കൺമുമ്പിലുണ്ടായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഈ അടുത്ത സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് മീൻസ് ഔട്ട്സൈഡിലുള്ള ഒരാൾ തന്നോട് വളരെ റഫായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് റഫായിട്ട് പെരുമാറി. അത്രയും മാത്രം ഇപ്പം ഞാൻ പറയുകയാണ്, വളരെ റഫായിട്ട് പെരുമാറി. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ആ രീതിയിൽ ആക്ട് ചെയ്യാം. എന്നാൽ തൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ തനിക്ക് ആ നിമിഷങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞു. ഞാനീ പറയുന്ന ഊഹാപോഹം അല്ല, സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം നമുക്ക് ജയം ലഭിക്കുകയാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ജയമല്ലേ അവിടെ. കാരണം നമ്മെ സംബന്ധിച്ച് നമ്മുടെ നീതിയും ന്യായവും എല്ലാം ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇളച്ചു തന്നിരിക്കുമ്പോൾ നാമും ഇളച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ക്ഷമിക്കപ്പെടുക എന്ന് പറയുന്നതൊരു വലിയ വിഷയമാണ്. അത് ക്രിസ്തീയ ലോകത്ത് മാത്രമാണ് അതിന് പ്രാധാന്യമുള്ളൂ. പുറം ലോകത്ത് ആളുകൾ ക്ഷമിക്കില്ലെന്ന് ചോദിച്ചാൽ ക്ഷമിക്കുന്നവരുണ്ട്. എന്നാൽ ശരിക്കും ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ വക കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് മറു സൈഡിൽ നിന്ന്, അപരൻ്റെ സൈഡിൽ നിന്ന്, മറ്റൊരു സൈഡിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തിക്താനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും മനഃപൂർവ്വമായി ക്ഷമിക്കേണ്ട മേഖലകളുണ്ട്. മനഃപൂർവ്വമായി ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ചില കാര്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ മനഃപൂർവ്വമായി ക്ഷമിച്ചിട്ടുണ്ട്. അവർക്കൊരു ദോഷവും സംഭവിക്കരുതേ എന്ന് ഉള്ളിലൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ തന്നെ അതിലെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. മേലല്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അത് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കേൾവിക്കാരായി നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ പറഞ്ഞു തരുന്നതിൻ്റെ സാരം. അതായത് എപ്പോഴും സാക്ഷ്യം വഹിക്കാൻ തയ്യാറായിരിക്കണം. 24/7 നാം സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എല്ലാ നിലകളിലും. ചിലപ്പോൾ ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ യേശുക്രിസ്തു മാത്രം സത്യദൈവമെന്ന് പറയുന്നു, ആൾക്കാർ വന്ന് ആക്രമിക്കുന്നു, അങ്ങനെ നമ്മൾ രക്തസാക്ഷിയാകുന്നു, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നു. ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത്. രക്തസാക്ഷികളെ എപ്പോഴും ദൈവത്തിന് വേണ്ട സഹോദരങ്ങളെ. നമുക്ക് രക്തസാക്ഷിയാകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, കുറച്ച് സെക്കൻഡുകൾ മതി. അതേസമയം ഈ ഭൂമിയിൽ വിശ്വസ്ത സാക്ഷിയായി ജീവിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം.
ഓരോരോ കാലങ്ങളിൽ കർത്താവ് രക്തസാക്ഷികളെ അനുവദിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും രക്തസാക്ഷികളെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വിശ്വസ്തരായ സാക്ഷികളെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്നൊരു ദൈവദാസൻ, രണ്ടാമത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിന് 2 കുഞ്ഞുങ്ങളെ തീക്കകത്തിട്ട് കൊന്നുകളഞ്ഞില്ലേ സഹോദരങ്ങളെ? അതെങ്ങനെ ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക്, ഒരു ഭാര്യയ്ക്ക് അത് അങ്ങനെ താങ്ങാൻ കഴിയുന്ന കാര്യമാണോ? അതൊരിക്കലും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആ സ്ത്രീ മനഃപൂർവ്വമായിട്ട് തൻ്റെ ഭർത്താവിനെ കൊന്ന ആളുകളോട് ക്ഷമിച്ചു. പബ്ലിക്കലി അത് ഡിക്ലെയർ ചെയ്തു. ലോകം അത് കേട്ടു. ഇന്ത്യ മഹാരാജ്യം അല്ല കേട്ടത്, മുഴു ലോകവും കേട്ടു. ഗ്ലാഡീസ് സ്റ്റെയിൻസ് തൻ്റെ ഭർത്താവിനെ കൊന്ന ആളുകളോട് ക്ഷമിച്ചു എന്ന്. അതേസമയം നമ്മുടെ ആർഷഭാരത സംസ്കാരമൊക്കെ അനുസരിച്ചാണെങ്കിൽ വാളും കുന്തവുമായിട്ട് പോയിട്ട് ഭർത്താവിനെ കൊന്നവരെ വെട്ടിക്കൊന്ന് വിജയശ്രീ ലാളിതയായിട്ട് മടങ്ങി വരുന്ന ഒരു രജപുത്ര വനിതയൊക്കെയാണ് ഇന്ത്യയുടെ പ്രതീകം എന്ന് പറയുന്നത്, അല്ലേ? മറ്റവൻ്റെ കഴുത്തും വെട്ടിക്കൊണ്ട് ആ തലയും തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വീരാംഗന, രജപുത്ര വനിത എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അതിന് വലിയ പ്രാധാന്യമുള്ളത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിനാൽ രൂപാന്തരപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവർ ക്ഷമിക്കുന്നവരാണ്. ക്രിസ്തു ക്ഷമിച്ചതുപോലെ തന്നെ അവർ ക്ഷമിക്കും, അതാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റു ചില ദൈവദാസന്മാരോടൊക്കെയുള്ള ബന്ധത്തിൽ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അവരൊക്കെ ദീർഘമായി ക്ഷമിച്ച ചരിത്രങ്ങളുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ വലിയ ക്ഷതമാണ് അവർക്ക് വരുത്തിയത്, വലിയ ക്ഷതം, വലിയ നഷ്ടങ്ങൾ വരുത്തി. എന്നിട്ട് സാരമില്ല എന്നൊരു നിലയിലേക്ക് അവരെത്തിച്ചേർന്നു. അതിനൊക്കെ അവരെ പ്രാപ്തമാക്കിയതാരാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരിലുള്ളത് കൊണ്ടല്ലേ? എന്തായാലും ക്രൈസ്തവ ലോകത്ത് ഉരുത്തിരിഞ്ഞൊരു പുസ്തകമാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ഒരു നാമധേയ ക്രൈസ്തവ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. എന്തായാലും അവിടെ ക്രൈസ്തവ മൂല്യങ്ങളുണ്ടല്ലോ, ഒരളവിൽ, പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരളവിൽ. ഇന്നത്തെ കാലം വെച്ച് ചിന്തിക്കരുത്. ഒരു 100-200 വർഷം മുമ്പിലേക്ക് പോകുമ്പോൾ ഇന്നുള്ളതുപോലെ ഒരു അറ്റ്മോസ്ഫിയറോ സ്വഭാവമോ കാര്യങ്ങളോ അല്ല ഒരു 100-200 വർഷം പിന്നിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളത്. തികച്ചും വിഭിന്നമായ ഒരു ജീവിത പശ്ചാത്തലമാണ്. അവരിൽ പലരും വളരെ മാന്യമായി തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് കാണുന്ന പല കാര്യങ്ങളും അവരുടെ ഒന്നും ജീവിതത്തിലില്ല. ആ കാലഘട്ടത്തിലെ സ്ത്രീ പുരുഷന്മാരുടെ പിക്ചറുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എത്ര റോയലായിട്ടാണ് അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അവരുടെ ചില മര്യാദകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ അന്തരമാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു, വലിയ അന്തരം. എനിവേ, ആ വിക്ടർ ഹ്യൂഗോയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോവുകയല്ല. ജീൻ വാൽജിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു ബിഷപ്പിൻ്റെ അടുക്ക വരുന്നതും, ജീൻ വാൽജിൻ മീൻസ് റാങ് വാൽ റാങ്. അങ്ങനെ ബിഷപ്പിൻ്റെ അരമനയിൽ കടന്നു വരികയും ബിഷപ്പ് അദ്ദേഹത്തിന് ആതിഥ്യം കൊടുക്കുകയും ആ രാത്രി അവിടെ തങ്ങുകയും തനിക്ക് നല്ല ഒരു ഡിന്നർ ലഭിക്കുകയും, അതായത് ഒരു ആതിഥ്യ മര്യാദ തന്നോട് കാണിച്ചു. ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ മുമ്പിൽ കത്തിച്ചു വെച്ച ആ സ്വർണ്ണ വിളക്കുകളും ആ സ്വർണ്ണ കരണ്ടികളും അതുപോലെയുള്ള സ്പൂണുകളും കാര്യങ്ങളും എല്ലാമായിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നത്തേതിൽ പോലീസ് അദ്ദേഹത്തെ പിടിക്കുകയും പോലീസ് അധികാരികൾ ബിഷപ്പിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും, ഇതൊക്കെയാണല്ലോ ചരിത്രം. അപ്പോൾ ബിഷപ്പ് പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹത്തിന് അത് കൊടുത്തതാണല്ലോ, നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതല്ലേ, അദ്ദേഹത്തിന് അത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട, അദ്ദേഹത്തെ റിലീസ് ചെയ്തോളാനാണ് പറഞ്ഞത്. ബിഷപ്പിൻ്റെ ഉള്ളിൽ ഒരു അനുകമ്പ കടന്നു വന്നു. ആ വ്യക്തിയോടൊരു പകയല്ല, ദേഷ്യമല്ല വന്നത്, നീതി ന്യായമൊന്നും അല്ല നോക്കിയത്. അദ്ദേഹത്തോട് മനഃപൂർവ്വമായി ക്ഷമിച്ചു, അദ്ദേഹത്തെ റിലീസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവ ലോകത്ത് മാത്രമുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞ പോലെയാണ്. ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് പറയുന്ന ആ ഒരു ശൈലിയാണ്. എന്നാൽ ഇന്ന് നാമധേയ ക്രൈസ്തവ ലോകത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം നിയന്ത്രിക്കുന്ന സ്പിരിറ്റെല്ലാം ഒന്ന് തന്നെയാണല്ലോ, നിയന്ത്രിക്കുന്ന സ്പിരിറ്റെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ് ലോകത്ത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെയും ഭൂരിപക്ഷത്തെയും നിയന്ത്രിക്കുന്ന സെയിം സ്പിരിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആരടാന്ന് ചോദിക്കാൻ പോകാതിരിക്കുകയായിരിക്കും നല്ലത്. ദൈവത്തെ ഓർത്ത് ചോദിച്ചാൽ ചിലപ്പോൾ വിവരം അറിയും. അത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ പെന്തിക്കോസുകാരോട് അധികം സംസാരിക്കാതിരിക്കുകയാണ് ബുദ്ധി. പല കാര്യങ്ങളും നോർമൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളുക. അല്ല, കൂടുതൽ വർത്തമാനം പറയാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തനിനിറം കാണിച്ചു തരും, അതിനിട വരും. അപ്പോൾ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മെ നടത്തുന്ന ആ വിധങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആ 1 കൊരിന്ത്യർ ലേഖനം 1:29 നിങ്ങളുടെ മുൻപിൽ ഇരിക്കട്ടെ. 30-ാം വാക്യവും
രണ്ടും ചേർത്ത് വെച്ചാണ് പറഞ്ഞത്. ഗലാത്യ ലേഖനത്തിലെ വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, അതുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ല. അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാര്യം എല്ലായ്പ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഇരിക്കട്ടെ. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. ശരിക്കും സമയമെടുത്താണ് ഞാൻ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് സമയമെടുത്ത് റിപ്പീറ്റ് ചെയ്തത്? എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ദൈവമക്കളുടെ ഉള്ളിലേക്ക് അത്ര വേഗം കടന്നു പോകില്ല. അഥവാ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും ഒന്നുകൂടെ അത് പറയുകയും കേൾക്കുകയും ചെയ്യുകയല്ലേ, ഞാനും കുറച്ചുകൂടെ അലർട്ടാകുകയല്ലേ. ഇത്ര സീരിയസായ കാര്യങ്ങൾ ഈ ക്രൂശ് മുൻപിലിരിക്കുമ്പോൾ എത്ര വിശുദ്ധ ജീവിതം നയിക്കണം നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ മുന്നേറേണ്ടവരാണ്, കാഹളത്തിന് കാതോർക്കേണ്ടവരാണ് എന്ന ബോധ്യങ്ങളൊക്കെയാണ് എന്നെ ഭരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ആ സെയിം ചിന്തകൾ തന്നെയായിരിക്കും മുട്ടിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ അല്പം ചില കാര്യങ്ങളും കൂടെ നമുക്ക് സംസാരിച്ച് വേഗം അവസാനിപ്പിക്കാം. ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായമാണ്. റോമൻസ് ചാപ്റ്റർ 6. റോമാലേഖനം 6-ാം അധ്യായമാണ് തുറന്നു വെച്ചതെന്ന് പറഞ്ഞല്ലോ. ഈ 6-ാം അധ്യായം തുറന്നു വയ്ക്കാനുണ്ടായ ഒരു സാഹചര്യം, ഈ കഴിഞ്ഞു പോയൊരു 4-5 മാസക്കാലം പലരോട് സംസാരിച്ചതിൽ നിന്ന്, പലരും മീൻസ് അങ്ങനെ ഔട്ട്സൈഡിലുള്ളവരല്ല, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരൊക്കെ അതിൽ പലരും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ദൂരത്തുള്ളവരൊക്കെ ഉണ്ട്, ടെലിഫോണിലൂടെയും മറ്റുമൊക്കെ ഇടപഴകുന്ന പലരുമൊക്കെ. അങ്ങനെ പലരുമായിട്ടൊക്കെ സംസാരിച്ചതെന്ന് ചിലരുടെയൊക്കെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊരു കൃത്യമായ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ പെട്ടെന്ന് ചാടിക്കയറി ഒരു മറുപടി പറയാമെന്ന് പറയുന്നത് എളുപ്പമല്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ, സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനൊക്കെ മറുപടി പറയാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ പാപത്തെക്കുറിച്ചും ഈ വക വിഷയത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുന്നതിനിടയിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റിയൊരു സാഹചര്യമാണ്, സമയമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ 6-ാം അധ്യായത്തിലെ ഈ ഭാഗം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ പലരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളാണ് ഈ ഭാഗങ്ങൾ പറയേണ്ടതുണ്ട്, ആ ഭാഗങ്ങളെക്കുറിച്ചൊരു കൃത്യത കിട്ടിയിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതായത് 6-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അതൊരു കൊച്ചു പാരഗ്രാഫാണത്. അവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. എന്നിട്ട് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതായത് ഈ റോമലേഖനം എന്ന് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിലാണ് അതിൻ്റെ ഒരു എഴുത്ത് വരുന്നത്, അല്ലേ? ഡയറക്റ്റായിട്ട് ആദ്യം അതിൻ്റെ കേൾവിക്കാരെന്ന് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളാണ്, യഹൂദ പശ്ചാത്തലത്തിലുള്ളവരാണ്. കാരണം ഇതിനകത്ത് ന്യായപ്രമാണ സംബന്ധിയായ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കേൾവിക്കാർ അവർ തന്നെയാണ്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ് റോമാലേഖനത്തിലുള്ളത്. അപ്പോൾ ഈ 12-ാം വാക്യത്തിൽ നമ്മൾ തുടങ്ങുന്ന ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിന് പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരികയാണ്. അപ്പോൾ പാപത്തിൽ നിന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ആഴത്തിൽ പറയുന്ന ഒരു പുസ്തകമാണ് റോമൻസ് ചാപ്റ്റർ 6. ഇതിൻ്റെ 6:22 വരുമ്പോൾ നമ്മൾ കാണുന്നത് 6:22 ഒന്ന് വായിക്കാമോ? എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ, അഥവാ ഡെലിവറൻസ് ലഭിച്ചവർ, വിടുതൽ ലഭിച്ചവർ മാത്രമാണ് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന ആ ഉന്നത നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾ അവിടെ കൺവെൻഷന് പോയി, അല്ലെ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി, കൺവെൻഷനേക്കാളും നല്ലതാ. ഞങ്ങൾ അവിടെ ഇന്ന സ്ഥലത്ത് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന അടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കടന്നുപോയി. അവിടുത്തെ ദൈവദാസന്മാരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ വിഷയത്തിലൊരു വിടുതലുണ്ട്, നിശ്ചയമായൊരു വിടുതലുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഈ വിഷയത്തിൽ
ഒരു സമർപ്പിതാനുഭവത്തിലേക്ക് വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് സ്നാനപ്പെടും, ഇതിനെല്ലാം കർത്താവ് പരിഹാരം തരും. നിങ്ങൾ സ്നാനപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിടുതലുണ്ട്. ഈ വന്നിരിക്കുന്ന സാധുക്കളായ ഈ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യത്തോടുള്ള ബന്ധത്തിൽ, എന്തെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കും വന്നിരിക്കുന്നത്. അതിനൊരു പരിഹാരം ഇങ്ങനെ എന്ന് പറയുമ്പോൾ വളരെ ലഘുവായൊരു കാര്യമല്ലേ. ഇവർ നോക്കുമ്പോൾ ചുമ്മാ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കരയ്ക്ക് കയറി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വിടുതലാണെങ്കിൽ യെസ്, ഞങ്ങൾ 7 വണ്ടേ തയ്യാറാണ്. എന്താ നേരത്തെ പറയാതിരുന്നതെന്നുള്ളതാണ് അവരുടെ മുഖഭാവം. ഒന്ന് വെള്ളത്തിലിറങ്ങി കയറി വരുന്നതിനാണോ ഇത്ര ഭാരം? അതേസമയം ചില മതപശ്ചാത്തലങ്ങളിലൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിൽ അവിടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് പൂജയ്ക്കൊക്കെ കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു സഹോദരനുമായിട്ട് കുറേയധികം സംസാരിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലക്ഷക്കണക്കിന് രൂപയാണ് പൂജയ്ക്കും കർമ്മങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചതെന്നാണ് പറയുന്നത്, ലക്ഷക്കണക്കിന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു പെട്ടത് ഒരു കറക്ക് കമ്പനി പെന്തിക്കോസ് കൂട്ടത്തിൽ, ഒരു ന്യൂജൻ പെന്തിക്കോസ് കൂട്ടത്തിൽ. അവിടെ വന്നപ്പോൾ പ്രത്യേകതരം പൂജയ്ക്ക് അവിടെയും ലക്ഷക്കണക്കിന് രൂപ പുള്ളിക്ക് ചിലവായി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് പിന്നെ സുബോധം വെച്ചത്. അയ്യോ, അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് കേട്ടോ. അതായത് ലക്ഷക്കണക്കിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന 1 ലക്ഷം 2 ലക്ഷം ഒന്നുമില്ല, അതിലൊക്കെ അപ്പുറമാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സും കാര്യങ്ങളും. അതൊക്കെ ഫ്ലോപ്പായി അതിൽ നിന്ന് കരകയറാൻ ലക്ഷങ്ങൾ കോടികളുടേതായ നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം പോകാത്ത ക്ഷേത്രങ്ങളൊന്നും സൗത്ത് ഇന്ത്യയിലില്ല. അതുപോലെ ആ സമൂഹത്തിൽപ്പെട്ട മന്ത്രവാദികളാകട്ടെ, പിന്നെ മറ്റേ സമൂഹത്തിൽപ്പെട്ട തങ്ങന്മാരാകട്ടെ, തങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? താങ്കളല്ല, തങ്ങൾ. അപ്പോൾ തങ്ങൾമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഊതിക്കെട്ടി കൊടുക്കും. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഊതിക്കെട്ടിയോ അങ്ങനെയൊക്കെ തരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നല്ല കാശലവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാശൊക്കെ പോയി ഒരു പരുവത്തിലായിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കൂട്ടരെയൊക്കെ കാണുന്നത്. ആ കൂട്ടരും ഇദ്ദേഹത്തെ പിഴിഞ്ഞു. അവിടെ അങ്ങനെ നടത്തണം, ഇവിടെ പരസ്യമൊക്കെ നടത്താനുണ്ട്, അവിടെ ഇന്ന സ്ഥലത്ത് കസേര മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങിപ്പോയി. ആദ്യത്തെ അത്രയൊന്നും പോയില്ലെങ്കിൽ പോലും അതിനുള്ള ശേഷിയില്ലാത്ത കാലമായത്. ശേഷിയില്ലാത്ത കാലമാണെങ്കിൽ പോലും തരക്കേടില്ലാത്ത രീതിയിൽ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പാതയിലേക്ക്, അതായത് സമ്പൂർണ്ണമായി എല്ലാം മനസ്സിലായി എന്നല്ല, ഒരളവിൽ മനസ്സിലായി താൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ആ സഹോദരനുമായിട്ട് ഞാൻ 1.5-2 മണിക്കൂർ സംസാരിച്ചു. നമ്മുടെ ഒരു സഹോദരനാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അങ്ങനെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ഈ രക്ഷയും അതിൻ്റെ ആഴങ്ങളും ക്രൂശും മറ്റിത്യാദി കാര്യങ്ങളെല്ലാം ബലിപീഠം മുൻപിൽ വെച്ചുകൊണ്ട് പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ട കാര്യങ്ങളെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞെന്ന്, ഈ ഉപദേശി പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ടിട്ടായിരുന്നു ശരിക്കും സ്നാനപ്പെടേണ്ട സമയത്ത് ഈ വക കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. എന്ത് ചെയ്യാം, ആ വക കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നുമില്ല. എന്തായാലും താൻ സ്നാനപ്പെട്ടു. ശരിയായ രീതിയിൽ തന്നെയാണ് ഈ വിശ്വാസ വഴി വന്നിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തനിക്ക് ഉറച്ച ബോധ്യങ്ങൾ ലഭിക്കാൻ പാകത്തിന് നമ്മൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തു. പറഞ്ഞു വന്നതിൻ്റെ സാരം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് അതിൻ്റെ മുകളിൽ 17-18 വാക്യത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്നലകളിൽ നാം പാപത്തിന് ദാസന്മാരായിരുന്നു. അതാണ് ഈ 2 വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. പാപത്തിന് ദാസന്മാരായിരുന്ന നാം കേൾപ്പിക്കപ്പെട്ട ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് ഏറ്റെടുത്തപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നാൽ അതിന് മുകളിൽ ഞാൻ വായിച്ചത് 12, 13, 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയരുത്. ഇപ്പം നമ്മൾ ഈ വായിച്ച കാര്യം റോമയിലുള്ള വിശുദ്ധന്മാരോടാണ് പൗലോസ്ലീഹ പറയുന്നത്. റോമിലുള്ള വിശുദ്ധന്മാരോട് ഈ ലേഖനത്തിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തീയ സഭയുടെ ആരംഭകാലമാണ്. ഉപദേശ വിഷയങ്ങൾ, ഉപദേശ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ സഭകൾക്കും ദൂതുകൾ എഴുതുമ്പോൾ അതിലൂടെയൊക്കെ ആ സഭകളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, സാർവത്രിക സഭയോടുള്ള ബന്ധത്തിലാണ് ഈ ലേഖനങ്ങളിലൂടെ പ്രമാണങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഉപദേശ രൂപങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. റോമിലുള്ള സഭ എങ്ങനെയാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? റോമിലുള്ള സഭ സ്ഥാപിതമാകാനുണ്ടായ സാഹചര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഏകദേശ രൂപം നിങ്ങൾ എങ്ങനെ പറയും സഹോദരങ്ങളെ? ആരെങ്കിലും ഒരാൾക്ക് ഒറ്റ വാക്കിൽ വേഗം പറയാവോ? അധികം വിശദീകരണമൊന്നുമില്ലാത്ത ഒറ്റ വാക്കിൽ റോമിലുള്ള സഭ എങ്ങനെ സ്ഥാപിതമായി കാണും എന്നുള്ള ആ ഒരു സൂചന. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ പത്രോസ് അവിടെ വന്ന് സഭ സ്ഥാപിച്ചെന്നുള്ളതാണ്
ചരിത്രത്തിൽ നമ്മൾ ആ രീതി കേൾക്കുന്നത്. റോമയിലുള്ള സഭയ്ക്ക് ഒരു ലേഖനം എഴുതി കൊടുക്കുന്നത് ഉപദേശ വിഷയങ്ങളിൽ അവർക്ക് ബോധ്യം കൊടുക്കുന്നതും പൗലോസാണ്. ഇങ്ങനെ 2 സബ്ജക്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, പത്രോസ് സ്ഥാപിച്ചു എന്ന് എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെ ചിലർ വിശ്വസിക്കുന്നു. അതേസമയം പൗലോസാണ് ആ സഭയുടെ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണമുള്ള ആളെന്ന് വിശ്വസിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം ആദ്യം പറഞ്ഞതുപോലെ ഈ റോമിലുള്ള സഭ സ്ഥാപിതമാകാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരിക്കും, ഏത് വിധത്തിലായിരിക്കും? പത്രോസിലൂടെ ആയിരിക്കുമോ, പൗലോസിലൂടെ ആയിരിക്കുമോ, അത് യോഹന്നാനിലൂടെ ആയിരിക്കുമോ, അതിന് വേറെ ഏതെങ്കിലും വ്യക്തികളിലൂടെ ആയിരിക്കുമോ? ഇത്രയും കാലം ഇതൊക്കെ കേട്ടതല്ലേ. വേറെ വ്യക്തികളിലൂടെ പാസ്റ്റർ, ഈ പത്രോസിന്റെ പ്രസംഗം കേട്ടവര് അനേകരുണ്ടായിരുന്നല്ലോ. അവര് പിന്നെ പോയി അവിടെ റോമയില് സുവിശേഷം പറഞ്ഞ് അവിടെ സ്ഥാപിച്ചതാ. റൈറ്റ്, ഓക്കെ, ഗുഡ്. ബാക്കിയുള്ളവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു. എൽസി ആൻറ്റി അധികം പൊങ്ങണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം അറിയായിരുന്നു. അവർ മൈക്ക് ഓൺ ചെയ്യാൻ തുടങ്ങിയതാണ്, പോട്ടെ എന്ന് വിചാരിച്ച് അവരങ്ങ് വിട്ട് കളഞ്ഞതാണ്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു, ആ ചോദ്യത്തിൻ്റെ മറുപടി വന്നു. വളരെ കൃത്യമായ മറുപടിയാണ്. റോമിലെ സഭ സ്ഥാപിതമായതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 100% അല്ല, ഏകദേശം നമുക്ക് മനസ്സിലായ എല്ലാ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുസരിച്ച് കർത്താവിൻ്റെ സഭ സ്ഥാപിതമായ സമയത്ത് അവിടെ ഏതാണ്ട് 18ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ യെരുശലേമിൽ കടന്നു വന്നിരുന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടിരുന്നു. അങ്ങനെ റോമിലുള്ള പ്രിയപ്പെട്ടവരും അവിടെ കടന്നു വന്ന് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അവർ മടങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ മടങ്ങി വന്നവരാൽ സ്ഥാപിതമായ ഒരു സഭയാണ് റോമിലെ സഭ. അവരിലൂടെ റോമിൽ പിന്നെയും സുവിശേഷം ഘോഷിക്കപ്പെട്ടു. അങ്ങനെ റോമിൽ സുവിശേഷം ഘോഷിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടം റോമിലുണ്ട്. ആ കൂട്ടത്തിൻ്റെ നടുവിലേക്കാണ് പൗലോസ് ഈ ലേഖനമൊക്കെ എഴുതി അയക്കുന്നത്. പിന്നീട് പൗലോസിൻ്റെതായ വാത്സല്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പൗലോസ് പിന്നത്തിൽ റോമിലെ കാരാഗ്രഹത്തിൽ 2 വർഷക്കാലം നീണ്ടു നിവർന്ന് കിടന്ന ചരിത്രമുണ്ട്. അങ്ങനെ റോമിലുള്ള വിശുദ്ധന്മാരൊക്കെ തന്നെ കാണുവാനും പരിചരിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം അങ്ങനെയും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് ആ വഴിക്കെങ്ങും വന്നിട്ടില്ല. കാരണം അവിടെ പത്രോസ് വരാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, അതിന് അനുകൂലമായ ഒരു പരിസ്ഥിതിയും ഇല്ല. പിന്നെ പത്രോസിൻ്റെ പേരിലൊരു കച്ചവടം മാത്രം കത്തോലിക്ക സഭ നടത്തുന്നു എന്ന് മാത്രം. പത്രോസിൻ്റെ ശവകുടീരം ഇവിടെയുണ്ട്, അതുപോലെ പത്രോസാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്ഥാപിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ചിന്തയില്ലാത്ത മനുഷ്യരെ വട്ടം കറക്കി കുപ്പിയിലിറക്കി വെച്ചിരിക്കുന്നത്. ചിന്തയുള്ള ആളുകൾ ഇത് പഠിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അന്വേഷിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പത്രോസിന് ഒരു റോളുണ്ട് കേട്ടോ. പത്രോസിൻ്റെ റോൾ എന്താ? പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം കേട്ട ആളുകളാണ് യെരുശലേമിൽ നിന്ന് മടങ്ങി ഇവിടെ എത്തിയത്. അവരിലൂടെ സ്ഥാപിതമായെന്ന് പറയാം. അതിൽ പത്രോസിന് അഭിമാനിക്കാം, അത്രമാത്രം. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യമല്ലേ നിങ്ങളോട് ചോദിച്ചത്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം ഞാൻ യാത്രകളിലായിരുന്നു. പല സ്ഥലങ്ങളിലും പോയി പല മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു സ്ഥലത്ത് പോയി ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ അവിടെ ചിലരോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെയാണോ സഹോദര, ഇങ്ങനെയാണോ സഹോദര, അതാണോ സഹോദര, ഇതാണോ സഹോദര എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അറിഞ്ഞ ഒരു ന്യൂസ്, അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരിൽ ഒരാൾ ഭയങ്കരമായ കംപ്ലൈൻറ്റ് പറഞ്ഞെന്ന്. ഇതാണോ പ്രസംഗം, ഇങ്ങനെയാണോ പ്രസംഗം, പ്രസംഗത്തിനിടയ്ക്ക് എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? അയാൾക്ക് പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ആളുകളെ പേര് വിളിച്ചിട്ട് അങ്ങനെയാണോ ബ്രദർ, ഇങ്ങനെയാണോ ബ്രദർ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വിഷമമാവില്ലേ? അവരുടെ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമെന്നുള്ളത്. അദ്ദേഹം കാർഡിയാക് ഫീൽഡിലുള്ള ആളായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഈ കാർഡിയാക്കുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സംസാരിക്കുമ്പോൾ ഈ വേഴ്സൊക്കെ പോയി തട്ടിക്കഴിഞ്ഞാൽ, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ ഉപദേശിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂസിലാൻഡിലുള്ളവരൊക്കെ മാലാഖമാരാ. ഞാൻ എന്തുമാത്രം ചോദ്യം ചോദിച്ചാൽ സാധുക്കളുടെയൊക്കെ കാർഡിയാക്ക് അതിൻ്റെ താളം തെറ്റിച്ചയാളാണ്. സ്വർഗം ക്ഷമിക്കുമോ എന്നോടൊന്നും എനിക്ക് അറിയില്ല. കാരണം എന്തുമാത്രം ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അല്ലേ? നവീനെ, ചോദ്യങ്ങൾ കുറച്ചാണോ ചോദിച്ചിട്ടുള്ളത്, കൂടുതലാണോ ചോദിച്ചിട്ടുള്ളത്? എന്തെങ്കിലും സ്തംഭനമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അതാ വിഷയം. കണ്ടോ, ഇവിടെയാണ് സത്യങ്ങൾ വെളിപ്പെടുന്നത്. തുടക്കത്തിലൊരു സ്തംഭനം ഉണ്ടായി, എന്നാൽ കാലാന്തരത്തിൽ മനസ്സിലായി ഇത് നമ്മുടെ ഗുണത്തിനാണെന്ന് മനസ്സിലായി. അതല്ലേ ഇതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെയാണ്
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പലർക്കും മനസ്സിലായത്. ഇതൊന്നും ദോഷത്തിനല്ല, ഗുണത്തിനത്രേ എന്ന ആ ഒരു നിലയിലേക്ക് വന്നു. പക്ഷേ ആ സാധുക്കൾക്ക് അങ്ങനെ മനസ്സിലായില്ല. അവർ ചിന്തിക്കുന്നത് എന്താ? പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ മൈക്കിൻ്റെ മുമ്പിൽ വരുന്നു, പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ജനം കേൾക്കുന്നു. അതുപോലെ തന്നെയല്ലേ പാസ്റ്റർമാരും പള്ളിലച്ചന്മാരും പ്രസംഗിക്കുന്നത്? അവരാരും അതിനിടയ്ക്ക് ചോദ്യം ചോദിക്കാറില്ല, ഒരു മനുഷ്യനും ചോദിക്കാറില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായി ചോദ്യം ചോദിച്ച് ടെൻഷൻ വർദ്ധിപ്പിക്കുന്നത്? ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ നേച്ചറിൽ നിന്ന് എനിക്കൊരു രൂപാന്തരം ആവശ്യമാണല്ലോ. ഇങ്ങനെ ആളുകളോട് ചോദിച്ച് അവരെ സ്തംഭനാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. എനിവേ, നമ്മൾ പറഞ്ഞു വന്നത് റോമിലുള്ള സഭയുടെ ഒരു ആരംഭം കുറിക്കപ്പെട്ടത് ഈ പറയപ്പെട്ട നിലയിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു, പരക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ റോമിലുള്ള വിശുദ്ധന്മാർ സുവിശേഷം കേട്ടു, അങ്ങനെ അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നീട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്നാനപ്പെട്ട് ആത്മസ്നാനമൊക്കെ പ്രാപിച്ചവരാണ് റോമിലുള്ള വിശുദ്ധന്മാർ. അവർക്ക് ലേഖനം എഴുതുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. പക്ഷേ നമ്മളോടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. റോമിലെ സഭ സ്ഥാപിതമായി, അപ്പോസ്തലന്മാർ ആരും അവിടെ കടന്നു വന്നിട്ടില്ല. അപ്പോസ്തലന്മാർ നേരിട്ട് അവരെല്ലാം വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ലായിരുന്നു. പിന്നീട് പല സാഹചര്യങ്ങളിലൂടെ ഒരു കത്ത് എഴുതി അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതി അവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ 1 മാസമോ 2 മാസമോ എത്രയോ മാസങ്ങളെടുക്കും. പിന്നീട് ഈ കത്തോ ലേഖനമോ ഒക്കെ അവരുടെ കയ്യിൽ എത്തണമെങ്കിൽ പിന്നീട് കൈസരിയിലുള്ള തുറമുഖത്ത് നിന്ന് ഒരു കപ്പലിൽ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ മെഡിറ്ററേനിയൻ സീയും ഈജിയൻ സീയും ആ സീയും ഈ സീയും അഡ്രിയാറ്റിക് സീയും ഒക്കെ കടന്ന് അങ്ങനെ പോയിട്ട് വേണം ഈ കത്ത് റോമിലെത്താനായിട്ട്. അതിന് നാളുകൾ സമയങ്ങളും എടുക്കും. അപ്പോൾ എളുപ്പമല്ല കാര്യങ്ങൾ. എന്നാൽ അവരൊക്കെ വിശ്വാസത്തിൽ വന്നവരാണ്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മോട് സുവിശേഷം പറയുന്നവർ ഈ കാര്യങ്ങളെല്ലാം നമ്മെ ധരിപ്പിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ണിന് മുമ്പിൽ വരച്ചു തരികയാണ്. വിശ്വാസ സ്നാനത്തിന് നാം ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം സമയമെടുത്താണ് ദൈവദാസന്മാർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവുകയല്ല. പണ്ടത്തെ രീതിയല്ല. പണ്ട് ശുശ്രൂഷകർ അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി അവരെ മുൻപോട്ട് നയിക്കുകയായിരുന്നു. പിന്നീടാണ് അവരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ പലരും ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കാനായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ സഭയ്ക്ക് അത് വലിയ പ്രയോജനമായി തീർന്നു. എന്നാൽ പൊതുവായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അന്നത്തെ കാലത്ത് പറയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ഇന്നലകളിൽ പാപം നിയന്ത്രിച്ചിരുന്ന ജീവിതമാണ് റോമിലുള്ള വിശുദ്ധന്മാരുടെ. ഇന്നലകളിൽ നിയന്ത്രിച്ചിരുന്ന പാപമല്ലേ? അപ്പോൾ പാപം നിയന്ത്രിച്ചിരുന്ന ജീവിതങ്ങൾ ഇപ്പോൾ സമർപ്പിതരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ സമർപ്പിതരായി വന്നിരിക്കുന്നവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കണ്ടിട്ടും കേട്ടിട്ടുമാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്. സമ്പൂർണ്ണമായൊരു സമർപ്പണമാണ് ആഹ്വാനം ചെയ്യുന്നത്. ഇത് 6-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. ഇതങ്ങനെ പറഞ്ഞു വന്ന് 7-ാം അധ്യായം 8-ാം അധ്യായം 9, 10, 11 എന്നൊക്കെ പറഞ്ഞു പോയിട്ട് 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ ശരീരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കാര്യമാണ്, ഒരു ബലിയായി സമർപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. 6-ാം അധ്യായവും 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളുടെ സീരിയസ്നെസ്സാണ് വെളിപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പല പ്രിയപ്പെട്ടവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, കൃത്യമായ ബോധ്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായി കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്തത്? ഈ ടാബർനാക്കലിൻ്റെ പിക്ചറൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് വാതിൽ തുറന്ന് വരുമ്പോൾ ആദ്യം കാണുന്നത് ബലിപീഠം അഥവാ ഓൾട്ടാർ. അവിടെ എന്താ നമ്മൾ കണ്ടത്? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ. സുവിശേഷം ഘോഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. ക്രിസ്തു എന്ന രക്ഷിതാവിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അങ്ങനെ ആ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്കായി ബത്ലഹേമിൽ ജനിച്ചു എന്ന ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ആ രക്ഷിതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ നമ്മെ രക്ഷിച്ചു, പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ആത്മീയ സത്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയത്. വിശ്വാസ സ്നാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ആഴത്തിൽ നമ്മെ ധരിപ്പിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയം വരുന്നത്, ലോർഡ്ഷിപ്പ്. അങ്ങനെ സ്നാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നും, ശരീരം മാത്രമല്ല സമ്പൂർണമായൊരു സമർപ്പണം, നമ്മുടെ ജീവിതം തന്നെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര എന്ന ഒരു നിലയിലേക്ക് നാം എത്തിപ്പെടുകയാണ്.
അത് ഈ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആ ബോധ്യത്തിലേക്ക് വരുന്നത്. രക്ഷയും സ്നാനവും അതിനിടയിൽ ഈ ബോധ്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പിന്നീട് മുൻപോട്ടുള്ള യാത്രയിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വെളിപ്പാടുകളിലേക്കും പഠനങ്ങളിലേക്കും ചിന്തകളിലേക്കൊക്കെ നാം പോകും. അങ്ങനെ കൂടുതൽ കൂടുതൽ കർത്താവിനെ അനുഭവിക്കുകയും രുചിച്ചറിയുകയും ചേർന്ന് നടക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പിന്നത്തേതിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ആരംഭമുണ്ട്. ആ ആരംഭം എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇന്നലകളിൽ നാം പാപത്തിന് ദാസന്മാരായിരുന്നു. പാപം നിയന്ത്രിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃപയാൽ നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. നാം കേട്ട ഉപദേശ രൂപത്തെ മുറുകെ പിടിച്ചു, ഹൃദയപൂർവ്വം ഏറ്റെടുത്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഘട്ടം ഘട്ടമായിട്ടല്ല, ഒറ്റയടിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. തൽസ്ഥാനത്തേക്കാണ് പരിശുദ്ധ റൂഹ കടന്നു വന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ മുൻപോട്ട് വരുമ്പോഴാണ് നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആഹ്വാനം. അങ്ങനെ മുൻപോട്ട് പോകണമെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേരണം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇസ്രായേൽ മിസ്രൈം വിട്ടു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ചെങ്കടൽ കടന്നിട്ടില്ല. ഇപ്പോൾ നിൽക്കുന്നത് മിസ്രൈമിൻ്റെ ടെറിട്ടറിയിലാണ്, അഥവാ ഫറവോൻ്റെ ടെറിട്ടറിയിലാണ്. ഫറവോ തിരിച്ചു വിളിക്കും, ഫറവോ ക്ലെയിം ചെയ്യും, ഫറവോ അവകാശം പറയും. ആ കാരണത്താൽ ഫറവോയുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യണം. ചെങ്കടലിൽ അത് ക്ലോസ് ചെയ്യുകയാണ്. അത് ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ക്രമത്തിന് വേണ്ടി അവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ മേലുള്ള ആ ശിക്ഷാവിധി ഒഴിഞ്ഞുപോയി, ഇനി നരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നാൽ മുൻപോട്ട് നമുക്ക് പോകാൻ സാധ്യമല്ല. മുൻപോട്ട് പോകണമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ കൂടിയേ തീരൂ. കൃപയാണ് നമ്മെ രക്ഷിച്ചത്. ആ കൃപയിൽ മുൻപോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരണം. ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ച് അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയുന്നത്, അല്ലേ? അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെടാതെ ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ടു എന്ന അവസ്ഥയിൽ ഇരിക്കാം. എത്ര നാൾ ഇരിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. കാരണം മറ്റേ പുള്ളി ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, എന്നാൽ സാത്താൻ്റെ ക്ലെയിമുകളിൽ നിന്നും ഇടപാടുകളിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിച്ച് മുൻപോട്ട് പ്രയാണം ചെയ്യണമെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേരണം. അതിനാണ് സ്നാനപ്പെടുക എന്ന് പറയുന്നത്. അവിടെയാണ് ലോഡ്ഷിപ്പ് കൈമാറുന്നത്, അല്ലേ? അവിടെയാണ് ലോഡ്ഷിപ്പ് കൈമാറുന്നത്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നമ്മൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നാം തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ കർത്തൃത്വം നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ മനഃപൂർവ്വമായി കർത്തൃത്വത്തിന് ഏൽപ്പിക്കുകയാണ്. അതായത് ചരട് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. തീറാധാരത്തിൽ ഒപ്പിടുക, അഥവാ സെയിൽ ഡീഡിൽ ഒപ്പിടുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചുവട് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് സീരിയസ് ആയ കാര്യമാണ്. സമ്പൂർണ്ണ സമർപ്പണമാണ് അവിടെ ആഗ്രഹിക്കുന്നത്. റോമർ 12 അത് പറയുന്നു. 12-ന്റെ 1-2, 12-ന്റെ 3, 12-ന്റെ 11 ഈ വാക്യങ്ങളിലൂടെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ബലിപീഠത്തിലായിരിക്കണമെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുകയാണ്. അത് സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വായിച്ചതിന് പ്രകാരം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അതായത് റോമിലുള്ള വിശുദ്ധന്മാർ ആ സമർപ്പണാനുഭവത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്. അത് നമുക്കെല്ലാം ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് റോമർ 12-ന്റെ 1-2 മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സീരിയസ് ആയി കാര്യങ്ങൾ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. പൊതുവിൽ പെന്തിക്കോസ് ലോകത്ത് അങ്ങനെ പറയാറില്ല. ആകെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. അതിന് തക്കതായ കുറേ വാക്യങ്ങളെയൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആ ബോധ്യത്തിൽ അവരെ സ്നാനത്തിലേക്ക് നയിക്കും. അത് കഴിഞ്ഞിട്ട് കാലക്രമത്തിൽ അവരിങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വല്ലവരുടെയൊക്കെ പ്രസംഗമൊക്കെ കേട്ട് ചില ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരും. എന്നാൽ അവരെ തുടക്കം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് പിന്നീട് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അലവസരം ഉണ്ടാകില്ല. അത് തുടക്കത്തിൽ തന്നെ കേൾക്കണം. നേരെ ജോബിന് കേട്ട് ആ രീതിയിൽ തന്നെ മുൻപോട്ട് വരണം. അവിടെയാണല്ലോ നമ്മൾ പറയാറുള്ളൊരു കാര്യം, രക്ഷ, സ്നാനം. അതിന് നടുക്ക് നമ്മൾ ഉയർത്താറുള്ളൊരാശയമാണ്, ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ശേഷം മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണെങ്കിൽ സ്നാനപ്പെടുകയേ വേണ്ട, ഈ വഴിക്കേ വരണ്ട. രക്ഷിക്കപ്പെട്ടല്ലോ, അങ്ങനെ പൊക്കോ. എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോവുക. മറ്റേ പുള്ളി കൊങ്ങായിക്ക് പിടിച്ചുകൊണ്ട് പോകുമെങ്കിൽ അവിടെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളല്ലേ, കർത്താവ് എന്നെ സഹായിക്കില്ലെന്ന് ചോദിച്ചാൽ കർത്താവ് സഹായിക്കും. താങ്കൾ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കാരണം പൂർണ്ണമായും നിങ്ങൾ കർത്താവിൻ്റെ വകയായി തീരും. അതേസമയം ഇപ്പോൾ മറ്റേ പുള്ളി ക്ലെയിം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുതെന്ന്.
ഇവിടെയാണ് കല്യാണത്തോടും കളവാണത്തോടൊക്കെയുള്ള ബന്ധത്തിൽ പല വിഷയങ്ങളും നമ്മൾ പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കുക, നമ്മൾ സമ്പൂർണ്ണമായി ബലിപീഠത്തിലാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സൗന്ദര്യവും നമുക്ക് വേണ്ട. ചുണ്ടത്ത് എന്തെങ്കിലുമൊക്കെ തൂത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാൻ മേലെ നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ചുണ്ട് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഇനി ഒരു കളറെല്ലാം വരുത്തണോ? അപ്പോൾ ചിലർ ചോദിക്കുമായിരിക്കും, പാസ്റ്റർ ചുണ്ടത്ത് ഇന്ന പോലെ ഒരു സാധനം പുരട്ടുന്നുണ്ടല്ലോ എന്ന്. എവിടെ പുരട്ടുന്നുണ്ട്? എടാ ഊവി, അത് മുട്ടൻ തണുപ്പ് കാലത്ത് ചുണ്ട് വരഞ്ഞ് പൊട്ടി ആകെപ്പാട് കൂടി കിറുക്ക് പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്നതാണ്. അതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കല്ലേ. അപ്പോൾ വേറെ ചില ആൾക്കാർ പറയുകയാണ്, ഏതാണ്ടൊക്കെ ചില ക്രീമൊക്കെ പുരട്ടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും. എന്താ ഇതിനൊക്കെ മറുപടി പറയുക? അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ തൽക്കാലത്തേക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാൻറ്റും ഷർട്ടും ധരിക്കാറുണ്ട്, നമ്മുടെ സഹോദരിമാർ അതിന് തക്കതായ വസ്ത്രമൊക്കെ ധരിക്കാറുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്നൊരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ന്യൂസിലാൻഡുകാർ മൈനസിലേക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അവർ ഞാനൊരു ടീഷർട്ടും ഒരു പാൻറ്റും മാത്രമേ ഇടൂ, ഞാനൊരു ദൈവ പൈതല എന്ന് പറയുമോ? ഉടനെ എവിടെ നിന്നൊക്കെ ജാക്കറ്റ് കിട്ടാവോ എല്ലാം കൂടെ വാരിപ്പറിച്ചിടില്ലേ, 5-6 എടുത്തിടില്ലേ? ഞാനിപ്പോഴും ഓർക്കുക, ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ പഞ്ചാബിൽ പോയി, ലൂധിയാനയിൽ. അപ്പോൾ തണുപ്പൊക്കെ ഏതാണ്ട് കുറഞ്ഞു വരുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അവിടെ ചെന്ന സമയത്ത് ഏതാണ്ട് 8ഓളം ഉടുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 8ഓളം ഉടുപ്പായിട്ടിരിക്കുന്ന ഒരു ചെറിയ ബനിയൻ, പിന്നെ ഒരു ടീഷർട്ട്, അതിന് മുകളിൽ വേറൊരു ബനിയൻ, അതിന് മുകളിൽ ഒരു ജാക്കറ്റ്, അതിന് മുകളിൽ പിന്നെ വേറെ ഒരു ഷോള് പുതച്ചിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ പല്ലിങ്ങനെ പതിയെ ഇടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ദൈവ പൈതലാണ്, ഞാനിതിനെയെല്ലാം മറികടക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ മറികടക്കലല്ല. ഇതിനാണ് പരിജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് നമ്മൾ പരിജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലല്ലോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിവേകത്തോടെ ഓരോ കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഗൗരവം, ആ ഗൗരവത്തിലെടുക്കുക. ഉടനെ തർക്കുത്തരവും മുട്ടായുക്തിയും വേണ്ടാത്ത കാര്യങ്ങളെ അതിനോട് ചേർത്ത് വെച്ചൊന്നും പറയാനായിട്ട് വരല്ലേ. ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കുക. നാം ഇന്നലെ ആരായിരുന്നു, എവിടെ കിടന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അനീതിയുടെ ആയുധങ്ങളായി സീറ്റാന് സമർപ്പിച്ചിരുന്നതാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങനെയാണ്. പൂർണ്ണമായ കർത്തൃത്വം സീറ്റാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ ഇന്നലകളിൽ പാപം കർത്തൃത്വം നടത്തിയിരുന്നു. ഇന്ന് പാപം കർത്തൃത്വം നടത്താതിരിക്കണമെങ്കിൽ സമ്പൂർണമായ ഒരു സമർപ്പണമല്ലാതെ അതിൽ കുറഞ്ഞുള്ള ഒരു കാര്യവും ചിലവാകില്ലെന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മുടെ ജീവിതമാകുന്ന ആ ബിൽഡിങ്ങിൽ, ജീവിതത്തെ ഒരു ബിൽഡിംഗ് ആയിട്ട് ഞാനങ്ങ് ചിത്രീകരിക്കാമെന്ന് കൂട്ടിക്കോ. അതിലെ പല റൂമുകളുണ്ട്, അതിൽ പല റൂംസുണ്ട്. അതിൽ 10 റൂമുണ്ടെങ്കിൽ 9 റൂമും നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തു, കർത്തൃത്വം നടത്തിക്കും. ഒരെണ്ണം എനിക്ക്, എൻ്റെ പേഴ്സണൽ കാര്യത്തിന്. കണ്ടിട്ടില്ലേ ഈ ചില വീടുകളൊക്കെ റെൻറ്റിന് കൊടുക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ്റെ ചില തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൂം ആ സൈഡിൽ കാണും. ആ വീട്ടുടമസ്ഥൻ്റെ ചില തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു റൂം അവർ വിട്ടുകൊടുക്കില്ല, ബാക്കിയെല്ലാം കൊടുക്കും. കാരണം അവരുടേതായ ആ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ സത്യമാർഗത്തിലേക്ക് വന്നു, വലിയ സമർപ്പണക്കാരൊക്കെ ആണെങ്കിൽ പോലും ചില പ്രത്യേക വിഷയത്തോടൊക്കെയുള്ള ബന്ധത്തിൽ വരുമ്പോൾ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ, പലരുടെയും ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ചില മേഖലകളിലൊക്കെ ഫറവോയുമായിട്ട് ചില ചങ്ങാത്തങ്ങളുണ്ട്. ഫറവോയായിട്ട് ചില ചങ്ങാത്തങ്ങളെ, അങ്ങനത്തെ ചങ്ങാത്തവും വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും? ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുമോ? ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ എന്താ നമ്മളോട് പറയുന്നത്? ന്യായപ്രമാണ സംബന്ധമായി ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പ്രവേശിക്കാം. ഈ റോമലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് 7-ാം അധ്യായത്തിലേക്കൊക്കെ വന്ന് ന്യായപ്രമാണ സംബന്ധിയായ ചില കാര്യങ്ങളും ജഡവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെ പറയണമെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ അത്രത്തോളം പോകാനായിട്ടുള്ളൊരു സാവകാശം നമ്മുടെ മുമ്പിൽ ഇന്നില്ല. സമയം ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്ക് മെസ്സേജ് ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ആ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ വായിച്ച് കേട്ടതിൽ നിന്നൊക്കെ നിങ്ങൾ എന്താ മനസ്സിലായത്? നമുക്കിവിടെ നിന്ന് അങ്ങ് തുടങ്ങാം അടുത്ത ദിവസം.
ആ സമർപ്പണത്തിൻ്റെ ഒരു ഗൗരവത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം വന്നെത്താം. അത് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു താൽക്കാലിക വിരാമം കുറിക്കാം. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് മുൻപോട്ട് പോകാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ആ സമർപ്പണത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു വരേണ്ടതുണ്ട്. അതിലെ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലും നിങ്ങൾക്ക് അവകാശം പാടില്ല. ലോഡ്ഷിപ്പ് പൂർണ്ണമായും വിട്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ജയകരമായി മുൻപോട്ട് പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഒടുക്കം നമ്മൾ കർത്താവിനോടുകൂടെ ആ സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ. അതായത് കർത്താവ് കർത്തൃത്വം നടത്തിയ ജീവിതങ്ങളുണ്ടല്ലോ, തൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ, തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ജീവിതങ്ങൾ നിശ്ചയമായും കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ ആ ഒരുക്കം പൂർത്തിയായി അവർ സിംഹാസനത്തിലേക്ക് വരും. അതേസമയം തങ്ങളുടെ താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് മുൻപോട്ട് പോയ ദൈവമക്കളുണ്ട്. ആ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കാഹളം ധനിക്കുമ്പോൾ അവർ വിശ്വാസ വഴിയിലുണ്ടെങ്കിൽ നിശ്ചയമായും അവർ എടുക്കപ്പെടും. പക്ഷേ അവർ നിത്യതയിൽ ലജ്ജിക്കും. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും, അല്ലേ? പക്ഷേ നിത്യതയിൽ അവർ നിശ്ചയമായി ലജ്ജിക്കുമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് പറയാനുള്ളത്, പാപത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും നമ്മിൽ കാർണൽ നേച്ചറുകളുണ്ട്. അതായത് ആദാമ്യ പ്രകൃതി നമ്മിലുണ്ട്, ആദാമ്യ സ്വഭാവം നമ്മിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞ് മുൻപോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഗൗരവമായി എടുത്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയങ്ങളെയൊക്കെ ധ്യാനിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കും. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അനുവദിക്കില്ല. നമ്മൾ എവിടെയായിരുന്നു, എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളത് അതിന് മുകളിലുള്ള വാക്യങ്ങളിലുണ്ട്. താഴെ ബലിപീഠം നിൽക്കുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഇടമാണത്, കാൽവറി എന്ന് പറയുന്നത്. ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്താണ് നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു മഹത്തരമായ അനുഭവത്തിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം അവൻ്റെ വചനത്തെങ്കിൽ ഉറയ്ക്കുന്നവരായി തീരേണ്ടതുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും അവസരമൊരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്